ഇവിടെ കൂടി രാജ്യസഭയിലേക്ക് മത്സരിക്കേണ്ട CPI സ്ഥാനാർത്ഥിയെപ്പറ്റി തീരുമാനിച്ചു. CPI സ്ഥാനാർത്ഥി സഹബ് PP സുനീർ ആയിരിക്കും, പാർട്ടിയുടെ സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി. ഈ നേരത്തെ പല പേരുകൾ പറഞ്ഞു കേട്ടു. തീരുമാനം പാർട്ടിയുടെ തന്നെയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജനാധിപത്യ പാർട്ടിയാണ്. ആ പാർട്ടിക്കകത്ത് തീർച്ചയായിട്ടും ആരെങ്കിലും ഒരു പേര് പറഞ്ഞാൽ ആ പേരല്ല, പല പേരുകളും വരാം, പല പേരും പരിഗണിക്കാം. പാർട്ടി എന്നിട്ട് കൂട്ടായി തീരുമാനിക്കുന്ന പേരാണ് പാർട്ടിയുടെ പേര്. അതാണ് ഇപ്പോഴും ഉണ്ടായിട്ടുള്ളത്. ഒന്നും പുതിയ കാര്യങ്ങളല്ല. ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ ഒരു അവലോകനം ഉണ്ടായിട്ടില്ല. ഞങ്ങൾ കൂടും, ഞങ്ങൾ കൂടും, അറിയിക്കുന്നതല്ലാതെ. ദേശീയാടിസ്ഥാനത്തിൽ CPI സംബന്ധിച്ചിടത്തോളം കൂടുതൽ സാധ്യതകൾ കൂടിയുള്ളൊരു ഘട്ടമാണല്ലോ. അപ്പോൾ ഈ സ്ഥാനാർത്ഥിത്വവും ഇവിടേക്ക് പോകുമ്പോഴും ആ അവകാശം CPIക്ക് വിട്ടുതരിക. CPI സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്ന അവകാശം CPIക്ക് വിട്ടുതരിക. അതിനകത്ത് മാധ്യമ സുഹൃത്തുക്കളുടെ അമിതോത്കണ്ഠയെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. ഈ CPM ഒരു വിട്ടുവീഴ്ച ചെയ്തെന്നാണ് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത്. കാരണം 2 സീറ്റ് വന്നപ്പോൾ ഒന്ന് CPIക്ക് ഒന്ന് കേരള കോൺഗ്രസ്. അല്ല, അത് പറയാൻ CPIക്ക് മടിയില്ല. LDFിലെ ഒന്നാമത്തെ കക്ഷിയായ CPM LDFിന്റെ താൽപര്യങ്ങളെയും ഐക്യത്തെയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ചെയ്ത ആ രാഷ്ട്രീയ തീരുമാനം തീർച്ചയായിട്ടും ശ്ലാഘനീയമാണ്. സഹോദര പാർട്ടിയായ CPI ആ തീരുമാനം കൈക്കൊണ്ട CPIM-നെ വളരെ ആത്മാർത്ഥമായിട്ട് അഭിനന്ദിക്കുന്നു, ശ്ലാഘിക്കുന്നു. അത് LDFിന്റെ ഐക്യത്തിന് വേണ്ടി വിനയ വിശ്വ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. PP സുനീർ ആയിരിക്കും CPIയുടെ രാജ്യസഭാ സ്ഥാനാർത്ഥി. അതാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. മറ്റൊരു വാർത്ത